കാലത്ത് ഉത്തരേന്ത്യയിൽ വ്യാപകമായിരുന്ന സംഘം ഇപ്പോൾ കൂടുതലും ലക്ഷ്യം വെക്കുന്നത് കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെയാണ്. തൊഴിൽ തേടുന്ന നിരവധി ഉദ്യോഗാർത്ഥികളെയാണ് ഇത്തരക്കാർ വ്യാപകമായി തട്ടിപ്പിനിരയാക്കുന്നത്. യുവാക്കളും വീട്ടമ്മമാരും കൂടുതലായി ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ തട്ടിപ്പ് സംഘങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. പ്രശസ്തമായ ഓൺലൈൻ സ്ഥാപനങ്ങളിലടക്കം ജോലി വാഗ്ദാനം ചെയ്ത് പരസ്യം നൽകുന്ന തട്ടിപ്പ് സംഘം കെണിയിൽ കുടുങ്ങുന്നവരിൽ നിന്ന് ഭീമമായ തുക കൈക്കലാക്കി മുങ്ങുന്നതാണ് പതിവ്. ഇതുപോലുള്ള ഇൻസ്റ്റഗ്രാം തട്ടിപ്പിൽ പെടാതിരിക്കാനുള്ള ചില മുൻകരുതലുകൾ ഇവിടെ പറയാം. DMകളിലും കമൻറ്റുകളിലും സ്റ്റോറികളിലുമാണ് ആദ്യമൊക്കെ തട്ടിപ്പുകൾ പ്രധാനമായും നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലെ പെയ്ഡ് ആഡ് വിഭാഗത്തിലും വ്യാജ ജോലി വാഗ്ദാനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത്തരം സ്പോൺസേഡ് വിഭാഗത്തിൽ പ്രത്യക്ഷപ്പെടുന്ന പരസ്യങ്ങൾ യഥാർത്ഥമാണെന്ന് വിശ്വസിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഫ്ലിപ്കാർട്ട് പോലുള്ള പ്രശസ്ത സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളമുള്ള ജോലികളാണ് തട്ടിപ്പുകാർ വ്യാപകമായി വാഗ്ദാനം ചെയ്യുന്നത്. ജോലിക്കായി ഇവരെ സമീപിക്കുന്ന ആളുകളിൽ നിന്ന് ബാങ്ക് വിവരങ്ങളോ ID കാർഡുകളുടെ പകർപ്പുകൾ പോലുള്ള വ്യക്തിഗത വിവരങ്ങളോ അഭ്യർത്ഥിക്കുന്നു. ഈ ഡാറ്റ ഉപയോഗിച്ച് തട്ടിപ്പുകാർക്ക് വ്യാജ ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടാക്കാനോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനോ കഴിയും. കൗശലക്കാരായ തട്ടിപ്പ് സംഘം നേരിട്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ കൈക്കലാക്കും. നമ്മളിൽ നിന്ന് ആവശ്യമുള്ള വിവരങ്ങൾ അവർ വാങ്ങിയതിന് ശേഷം അവരിലുള്ള സംശയം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെറിയ വരുമാനം അവർ വാഗ്ദാനം ചെയ്യും. എന്നാൽ പിന്നീട് അവർ നമ്മളിൽ നിന്ന് പരമാവധി തുക കൈക്കലാക്കിയാൽ യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ അവർ അപ്രത്യക്ഷമാകും. തട്ടിപ്പ് സംഘങ്ങളെ പറ്റിയുള്ള മതിയായ തെളിവുകളുടെ അഭാവത്തിൽ നാണക്കേട് ഭയന്നും ഭൂരിഭാഗം പേരും കബളിക്കപ്പെട്ട കാര്യം പുറത്തു പറയാൻ മടി കാണിക്കുന്നു. ഇത് മറ്റുള്ളവരുടെ സമാന തട്ടിപ്പുകൾക്ക് ഇരയാക്കാൻ കാരണമാകുന്നു. ഇനി ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ലിങ്ക്ഡിനിലും നൗക്കറിയിലും അങ്ങനെ ഓൺലൈൻ സൈറ്റുകളിലെല്ലാം വർക്ക് ഫ്രം ജോബിന് വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നെ കുറേ പേര് ഇതുപോലുള്ള തട്ടിപ്പിൻ്റെ കുറേ ആൾക്കാരുണ്ട്. അതിൽ 2-3 പേരെന്നെ കോണ്ടാക്ട് ചെയ്തു. അവർ വാട്സപ്പ് വഴിയാണ് കോണ്ടാക്ട് ചെയ്യുക. അവർ വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്തിട്ട് അവർ നമുക്ക് ഒരു ലിങ്ക് തരും, ടെലഗ്രാം ലിങ്ക് തരും. നമ്മളോട് അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറയും. അങ്ങനെ നമ്മളായിട്ട് അവരുടെ അടുത്തേക്ക് പോയാൽ നമ്മൾ അവരെ ആഡ് ചെയ്യില്ല. അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം. അവരൊരു ID തരും. അത് നമ്മൾ ടെലഗ്രാമിൽ ചെന്ന് പറയണം. എന്നാലേ അവർ നമ്മളെ ആഡ് ചെയ്യുള്ളൂ. അങ്ങനെ ഞാൻ അതിലേക്ക് ആഡായി അവരെന്നോട് പറഞ്ഞു, ഇത് ഒരു വർക്ക് ഫ്രം ഹോമാണ്. നിങ്ങൾക്ക് ഗൂഗിൾ റിവ്യൂ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് കിട്ടും. ഒരു ദിവസം 3000-4000 രൂപ അതിലും കൂടുതൽ ഏൺ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു. അവർ പറഞ്ഞു ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ടാസ്ക് തന്നു. 3 ടാസ്ക് ചെയ്തപ്പോൾ അവരെനിക്ക് 150 റുപ്പീസ് തന്നു. അങ്ങനെ ഒരു ദിവസം 21 ടാസ്ക് ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഞാൻ 3 ടാസ്ക് ചെയ്തപ്പോൾ 150 റുപ്പീസ് കിട്ടി. ഓഹോ കൊള്ളാലോ, 150 രൂപ ജസ്റ്റ് ഗൂഗിൾ റിവ്യൂ ചെയ്തപ്പോൾ കിട്ടി 3. അങ്ങനെ ഞാൻ വീണ്ടും ചെയ്തു. അങ്ങനെ ഒരു 1000 വരെ ചെയ്തു. 1000 വരെ ചെയ്തപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഒരു എമൗണ്ട് പറഞ്ഞു, ഇനി അത് പേ ചെയ്താലേ നിങ്ങൾക്ക് അടുത്തതിലേക്ക് പോവാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഇത്രയും കിട്ടിയല്ലോ, അപ്പം അടുത്ത ലെവലിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ക്യാഷ് പേ ചെയ്തു. അത് കഴിഞ്ഞ് 2-3 ടാസ്കും കൂടെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇനി നിങ്ങൾ 3000 പേ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ടായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 3000 അല്ലേ, അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്നൊക്കെ വാങ്ങിയിട്ട് ഞാൻ 3000 ഇട്ടു. അങ്ങനെ ഞാൻ 3000 പേ ചെയ്തു. പേ ചെയ്തതിന് ശേഷം അവർ കുറച്ച് ടാസ്കുകൾ തന്നിട്ട് ഞാൻ അതേപോലെ ആദ്യമൊക്കെ ക്യാഷ് പെട്ടെന്ന് തരുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ടാസ്ക് ചെയ്തതിൻ്റെ ക്യാഷ് തരാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഈ 3000 രൂപയുടെ ടാസ്ക് നിങ്ങളിപ്പോൾ ചെയ്ത വർക്കിൻ്റെ ക്യാഷ് കിട്ടണമെങ്കിൽ നിങ്ങൾ വീണ്ടും 5000 പേ ചെയ്യണം, എന്നാലേ ഇതുവരെ ചെയ്ത എമൗണ്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ പൈസ എനിക്ക് തിരിച്ച് കിട്ടിയില്ല. എൻ്റെ അതുവരെ ചെയ്ത എമൗണ്ടിനുള്ള ക്യാഷും കിട്ടിയില്ല. ഞാനിട്ട 3000 എനിക്ക് പോയി. പിന്നെ അങ്ങോട്ട് കൂടുതൽ ഇടാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല. അത് കഴിഞ്ഞ് 5000 പറയും, അത് കഴിഞ്ഞ് 5000 ഇടാൻ പറഞ്ഞു. പിന്നെ അവർ 10,000 പറയും. അങ്ങനെ ഓരോ ലെവലിലും അവർ ഇങ്ങനെ കൂട്ടി പോരും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല.
അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്ത പൈസയല്ലേ, അതെങ്കിലും എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ അടുത്ത് സംസാരിച്ചപ്പോൾ അവരെന്നെ ടെലഗ്രാമിൽ നിന്ന് നമ്മളെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. അവർ നമ്മളൊന്ന് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മളെ പിന്നെ എല്ലാത്തിൽ നിന്നും അവരങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും. പിന്നെ നമുക്ക് അവരെ എവിടെ പോയി പിടിക്കാനോ ഒന്നിനും പറ്റില്ല. അങ്ങനെ എൻ്റെ ക്യാഷ് പോയി. അപ്പോൾ ഇങ്ങനെയായി. അപ്പം ഞാൻ വിചാരിച്ചു വേറെ ആൾക്കാർ ഇതേപോലെ കോണ്ടാക്ട് ചെയ്തു. അപ്പം വേറെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കുണ്ടായി, ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ വാട്സപ്പിലാണ് ആദ്യം കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല എൻ്റെ ഇത് അങ്ങനത്തെയല്ല, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ചതിക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ചെയ്തു നോക്കി. ഇതേപോലെ സംഭവം ഇത് തന്നെയായിരുന്നു. ഇവരുടെ ഒരു ടീമുണ്ട്, ഇത് തന്നെയാണ് ഇവരുടെ പണി. ഇങ്ങനെ നമ്മളെ ആദ്യം കുറച്ച് നമുക്ക് എമൗണ്ട് തന്ന് നമ്മളുടെ വിശ്വാസം നേടും, പിന്നെ നമ്മൾ വീണ്ടും പേ ചെയ്യും, കുറേ ആൾക്കാർ പേ ചെയ്യും, അങ്ങനെ പൈസ പോവും. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. വാട്സപ്പിലും ടെലഗ്രാമിലൊക്കെ ആയിട്ട് ഒരുപാട് ചതികൾ നടക്കുന്നുണ്ട്. അവിശ്വസനീയമായ ഓഫറുകൾ നൽകുന്ന ആർക്കും തന്നെ പണമോ വ്യക്തിഗത വിവരങ്ങളോ കൈമാറരുത്. ഒരു ജോലിക്കും നിങ്ങൾ ആദ്യം തന്നെ പണം നൽകേണ്ട ആവശ്യമില്ല. സംശയാസ്പദമായ രീതിയിൽ വ്യക്തിഗത വിവരങ്ങളോ പണമോ അഭ്യർത്ഥിച്ചാൽ അത് അപകടമാണെന്ന് തിരിച്ചറിയുക. മുൻകൂറായി പണം അഭ്യർത്ഥിക്കുന്നത് പലപ്പോഴും നിങ്ങളെ ചതിക്കുഴിയിൽ അകപ്പെടുത്താം. ഓൺലൈൻ പ്രത്യക്ഷപ്പെടുന്ന നിക്ഷേപ അവസരങ്ങൾ പരമാവധി ഒഴിവാക്കുക. അപരിചിതരിൽ നിന്നുള്ള പുഷ് മെസ്സേജുകൾ ഒഴിവാക്കുക. പണം ആവശ്യപ്പെടുന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുക. ബ്രാൻഡുകളോ സെലിബ്രിറ്റികളോ ആയി പ്രവർത്തിക്കുന്ന സ്ഥിരീകരിക്കാത്ത അക്കൗണ്ടുകൾ പരമാവധി ഒഴിവാക്കുക. ലോഗിൻ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന വ്യാജ സുരക്ഷാ അലർട്ടുകൾ തിരിച്ചറിയുക.